നമ്മുടെ ചിറ്റപ്പനുണ്ടല്ലോ ഇ പി ജയരാജൻ പിണറായിയും കൂട്ടരെയും പുക കണ്ട അടങ്ങുന്നതാണ് തോന്നുന്നത്. ഭയങ്കര പണിയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ചിറ്റപ്പൻ ആദ്യം പണി കൊടുത്തവരെല്ലാം കൂടെ ചേർന്നാണ്. അതെ. അവിടെ ചിറ്റപ്പൻ അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് കരുതാൻ പറ്റുമോ? വീട്ടിലില്ല പുള്ളി. പക്ഷേ വിമാനത്തിൽ അന്ന് പ്രതിഷേധം നടന്നപ്പോൾ പിണറായിയെ രക്ഷിക്കാൻ ചിറ്റപ്പനെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ എന്തോ അദ്ദേഹം ഇല്ലാതെ പിണറായി വധിച്ചേനെ അതാ പറഞ്ഞത്. അതിന്റെ പേരിലാണല്ലോ അദ്ദേഹം ചില ആക്ഷനെ കാണിക്കുന്നുണ്ടായിരുന്നു വിമാനത്തിനകത്ത്. അതിന്റെ പേരിലാണല്ലോ അദ്ദേഹത്തെ വിമാന കമ്പനി മുടക്കിയത്, അദ്ദേഹം ഏറ്റുമുട്ടിയത്. ഇന്നിപ്പോ എന്തായാലും ചിറ്റപ്പന് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ശരിക്കും CPM പുള്ളി പ്രതിക്കൂട്ടിലാക്കി. ശരിക്കും എടുത്ത് കടലിലിട്ടെന്ന് പറഞ്ഞാൽ മതി. അതാണ് പുള്ളി ഇന്ന് നടത്തിയിരിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കരുത്. പദ്ധതി നടപ്പിലാക്കേണ്ടത് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമാണെന്നുള്ള ശക്തമായ നിലപാട് ആയിരിക്കും വന്നത്. അതെ, പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ്. കാര്യങ്ങളൊക്കെ അദാനി വിശദീകരിച്ചിട്ടുണ്ട്, വിവാദത്തിന് നിൽക്കണ്ട. മാത്രമല്ല ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. അതെ. അപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്ന കേരളത്തിന് ഗുണകരമല്ല. ഈ വിവാദത്തിന് പുറകെ പോകാൻ പാടില്ല. UDF സർക്കാർ എന്തിനാണ് വിവാദത്തിന് പുറകെ പോകുന്നത് എന്ന് യോജിച്ചിരിക്കുക. വിവാദത്തിന് പുറകെ UDF സർക്കാരല്ലോ, LDF CPM അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഏതായാലും പിണറായി ഒന്ന് ഞെട്ടിക്കാണും. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. ഇത് വിഴിഞ്ഞവും പോർട്ടും അദാനി പോർട്ടും സർക്കാരുമായിട്ട് ഉണ്ടാക്കിയ കരാറാണ്. ആ കരാർ ലംഘിക്കാൻ ആർക്കും കഴിയില്ല. കരാറിലനുസരിച്ചുള്ള വ്യവസ്ഥകൾക്ക് അവരുടെ ഓഹരി വിൽക്കുകയോ വാങ്ങുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി അല്ലെങ്കിൽ കോടതിയെ പോകാന്നേ ഉള്ളൂ. അത് പക്ഷേ കരാർ ലംഘനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ കരാർ ലംഘനം ഇല്ലെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇതോടെ ഇത്രയും ദിവസം കൊണ്ട് പല വിധത്തിൽ ആദ്യം ദേശാഭിമാനി പണി കൊടുത്തു. അത് കഴിഞ്ഞ് എങ്ങനെയും ഒരു ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്താണ് ഇന്നലെ വി ഡി സതീശൻ വന്ന് പത്രസമ്മേളനം നടത്തി അവിടെ തന്നെ അടിച്ചിരുത്തി എണീറ്റ് പോയി. അതിൻ്റെ പുറകെ എത്ര പേരെ ഒന്നിന് പുറകെ ഒന്നായി പൊഴിഞ്ഞു പി രാജീവ് വരുന്നു, പിന്നെ ഇയാൾ വരുന്നു, നമ്മുടെ ജനീഷ് കുമാർ വരുന്നു, പിണറായി വിജയൻ വരുന്നു, ഒരു കാര്യമില്ലല്ലോ, MV ഗോവിന്ദൻ വരുന്നു. വരുന്നവരെല്ലാം അല്ല, കിളി പോയ MV ഗോവിന്ദൻ ദേശാഭിമാനി കാണിച്ചത് ശരിയല്ലെന്ന് വരെ പറഞ്ഞു. സ്വന്തം പാർട്ടി പറഞ്ഞതുപോലും ശരിയായില്ലാതെ. അപ്പൊ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെ കുറിച്ച് ഉള്ള ചോദ്യം വന്നപ്പോൾ പുള്ളി പറഞ്ഞു, അത് ആ പറഞ്ഞ പുള്ളിയാണോ, പുള്ളിയോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വിഴിഞ്ഞത്തിൽ വിവാദത്തിലേക്ക് പോകരുത്, അത് കേരളത്തിന് ഗുണകരമല്ല. വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന പ്രവണതയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഭരിക്കുന്ന മുന്നണിക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഭരണത്തിലല്ല താല്പര്യം, വിവാദം ഉണ്ടാക്കാനും ചണ്ട ഉണ്ടാക്കാനുമാണ് അതീവ താല്പര്യം. അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ കരാർ വ്യവസ്ഥ അനുസരിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള താല്പര്യമാണ് സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടത്. കരാർ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാതെയും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിൽ ഫലപ്രദമായ ഇടപെടലാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് ജയരാജൻ പറയുന്നു. തീർന്നില്ല, പിന്നെയുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ വിവാദങ്ങളിലേക്ക് പോയി അതിന്റെ പ്രവർത്തനങ്ങളെ നിർജ്ജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് മന്ത്രിമാരൊക്കെ ആ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കണം. കേരളത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഈ CPM-ന്റെ നെഞ്ചത്തും തലയിലും അടിയിലും ഒക്കെ ആയിട്ട് അവസാനത്തെ ആണി അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ജയരാജൻ ത്രയം അവരൊന്നും ഒന്നിച്ചിരിക്കുന്നു 3 പേരും. കാരണം അവരെ 3 പേരെയാണ് ഇവർ നോട്ട് വിട്ടിട്ടുള്ളത്, പിണറായി ഗോവിന്ദൻ സംഘങ്ങൾ. അങ്ങനെ തിരിച്ചടിയൊക്കെ പിടിച്ചു നിൽക്കുക അവരുടെയും ഒരു പ്രധാനപ്പെട്ട ജോലി. കാരണം പാർട്ടിക്ക് കഷ്ടപ്പെട്ടുള്ളവർ തന്നെയാണ് അവർ. ഇപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, കെ രാഗേഷിനെ കുറിച്ചുള്ള ചോദ്യം, അഴിമതി ആരോപണം ഉന്നയിച്ചു വിഴിഞ്ഞത്ത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ഉന്നയിക്കട്ടെ, ആരോപണങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാർ, വിജിലൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ. ഞാൻ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല, ആരാണോ ആക്ഷേപം ഉന്നയിച്ച് അവരോട് ചോദിച്ച് കാര്യം വ്യക്തമായിട്ടുള്ളൂ. കാരണം എത്രത്തോളം കലിപ്പിലാണ് കണ്ണൂരിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നതെന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇ പി ജയരാജൻ. വളരെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഇതാണ് ആയിരിക്കണം ഒരു നല്ല പ്രതിപക്ഷം സ്വീകരിക്കേണ്ട നിലപാട്. ഒരു കൊണ്ടുവന്നൊരു വികസന പദ്ധതി ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് മോശമാകും. ഞങ്ങളുണ്ടൊരു മഹത്തായ പദ്ധതിയാണ്, ഇതിനെങ്ങനെയും പൊളിക്കുക എന്നുള്ള കേരളത്തിൻ്റെ വികസനത്തിനായി ഒരുപാട് ഗുണങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പദ്ധതിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അവർ പോകും എന്നുള്ള കാര്യം മനസ്സിലായി ഇ പി ജയരാജൻ. അപ്പം വീണ്ടും ചോദ്യം ഉയർന്നു, വിഴിഞ്ഞം വിഷയത്തിൽ ദേശാഭിമാനി വന്ന വാർത്ത MV ഗോവിന്ദൻ പറയും, ദേശാഭിമാനിയുടെ വാർത്ത തെറ്റായിരുന്നു എന്നാണല്ലോ MV ഗോവിന്ദൻ പറഞ്ഞത്. അതിന് ജയരാജൻ്റെ മറുപടിയാണ്, CPM-ന് അല്ലെങ്കിൽ LDF-ന് ഈ വിഷയത്തിൽ യാതൊരു ആശയക്കുഴപ്പമില്ല. കാരണം കരാർ വ്യവസ്ഥ ലംഘിക്കാൻ സാധ്യമല്ല. ആ കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുവാദത്തോടു കൂടി ഇതിന് സാധിക്കും. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കരാറുകാരന് മാത്രമായി ഭേദഗതി വരുത്താനോ അവർക്ക് പുറം കരാർ ഉണ്ടാക്കാനോ കരാറിൽ ആരെയെങ്കിലും ഓഹരി ഉടമകളായി ചേർക്കാനോ സാധിക്കില്ല. അത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങണം.
അദാനി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല, തീർന്ന കാര്യം. ഇനി എന്ത് ചെയ്യും? CPM ജയരാജനെ പുറത്താക്കും. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പ്രധാനപ്പെട്ട നിലപാടാണ് പാർട്ടി. അല്ല, കഴിഞ്ഞ ദിവസം MP ജയരാജൻ എന്താ പറഞ്ഞ്, P കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും തെറ്റ് തിരുത്തി വന്നാൽ നമുക്ക് പാർട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കണ്ണു ഉരുട്ടി ഇദ്ദേഹം ചാടി ഇറങ്ങി. അതങ്ങനെ ഗോവിന്ദന് സഹിക്കാൻ പറ്റും. സ്വന്തം ഭാര്യ തോപ്പിച്ച ആളാണ് TK ഗോവിന്ദൻ. അത് മാത്രമല്ല, ഇയാളെ സീറ്റ് കൊടുത്ത മധുസൂദനെ തോപ്പിച്ച ആളാണ് കുഞ്ഞികൃഷ്ണൻ. ഈ മധുസൂദന് സീറ്റ് കൊടുക്കരുത്, ഇയാൾ പിരിവിനകത്ത് അഴിമതി കാണിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അത് വന്നപ്പോൾ അത് വകവെക്കാതെ സീറ്റ് കൊടുത്തതാണ്. ഏതായാലും EP ജയരാജനെ പോലെ കണ്ണൂരിൽ ഏറ്റവും ശക്തനായിരുന്ന നേതാവ് കണ്ണൂരിലെ CPM ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ്. അല്ല, EP ജയരാജൻ ഇന്ന് ധൈര്യത്തോടെ രംഗത്ത് വരാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം MP ജയരാജൻ അത് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പാവം പിടിച്ച ജയരാജനെ അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർത്തി ഖേദം നിർത്തിപ്പരിച്ചു. ആരൊക്കെ? ഈ പറയുന്ന MV ഗോവിന്ദൻ അടക്കമുള്ളവർ ചേർന്ന് ഇയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിർത്തി. ബാക്കിയുള്ളവരെല്ലാവരും കൂടി, ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം കൂടി അങ്ങേരെ നെഞ്ചത്തോട്ട് കുതിര കയറി. ഒടുവിൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിക്കണം, പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് ഈ പാർട്ടിയുടെ തകർച്ചയ്ക്കും ഈ സർക്കാരിൻ്റെ തുടർഭരണം ഇല്ലാതെ പോകാനും കാരണമായത് എന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ കീഴ്ഘടകങ്ങളും എഴുതി മേളിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു ശബ്ദവും ഉയർത്താത്തവന്മാരാണ് ഈ MP ജയരാജനെതിരെ തിരിഞ്ഞത്. ഏതായാലും CPM ഇക്കാര്യത്തിൽ വല്ലാത്ത വെട്ടിലായി. കണ്ണൂരിലെ സഹാക്കൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ല, ഇതിപ്പോൾ ഒറ്റയ്ക്കും പെട്ടയ്ക്കുമാണ് ഇവർ വന്നിരിക്കുന്നത്. ആദ്യം MV ജയരാജൻ വന്നു, അയാളെ അടിച്ചിരുത്തി. അടുത്തതായിട്ട് EP വന്നിട്ടുണ്ട്. ഇനി EPക്കെതിരെ ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം EP ഇന്ന് പറഞ്ഞത് മുഴുവൻ പാർട്ടി വിരുദ്ധമാണ്, പാർട്ടിക്കെതിരാണ്, പൂർണ്ണമായും എതിരായിട്ടാണ് പുള്ളി. പാർട്ടിക്കെതിരെയാണ്. P ജയരാജൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ആകാംക്ഷ. അല്ല, ഈ P ജയരാജന്റെ ഈ പാചകങ്ങൾ മുഴുവൻ MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും നെഞ്ചത്താണ് വന്ന് കൊള്ളുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, കണ്ണൂരിലെ ജയരാജന്മാർ തുടങ്ങിക്കഴിഞ്ഞു. അവരിറങ്ങിക്കഴിഞ്ഞു. അവരിറങ്ങി പണി പതുക്കെ തുടങ്ങും. ഇങ്ങനെ ഒരിടത്തും തുടങ്ങി, രണ്ടിടത്തും തുടങ്ങി. 2 ദിവസമൊക്കെ ഗോവിന്ദൻ ഡ്രിൽ മാഷിന്റെ വടിയൊക്കെ എടുത്തിട്ടാ അവിടെ എന്നൊക്കെ പറയും. 3-ാമത്തെ ദിവസം ദാരിദ്ര്യം എന്ന് പറയും. അത്രേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അത് തന്നെ ഇവിടെ സംഭവിക്കാൻ എന്തായാലും വല്ലാത്ത ഒരു കെണിയിലേക്കാണ് ചെന്ന് വീഴാൻ പോകുന്നത് CPM. അവിടുന്ന് ഈ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഈ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാതെ ഈ CPM-ലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, LDF-ലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അടങ്ങുകയില്ല. അവരെല്ലാവരും കൂടി ഒന്നിച്ച് രംഗത്തിറങ്ങും. ഉറപ്പായിട്ടും ഇതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതൊരു വലിയ വിവാദത്തിലേക്ക് നീങ്ങും.